ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേളയ്ക്ക് തുടക്കമായി. രാവിലെ മുതൽ ഭക്തസഹസ്രങ്ങളാണ് ത്രിവേണി സംഗമ ഭൂമിയിലേക്ക് എത്തുന്നത്. ഇന്നു മുതൽ 45 ദിവസം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടന കാലയളവിൽ 45 കോടി ഭക്തർ കുംഭമേള നഗരിയിലേക്ക് എത്തും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, ആ പുണ്യഭൂമിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ. രോഹിണി, സഹസ്രകോടി ജനങ്ങളാണ് ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ ആധ്യാത്മികതയുടെ മറ്റൊരു തലം എന്താണെന്നുള്ളത് അനുഭവിച്ചറിയാൻ കഴിയുമെന്നുള്ളതാണ്. വിവിധ ദേശങ്ങളിൽ നിന്നുമുള്ള ഭക്തരാണ് ഇവിടേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, അതേപോലെ തന്നെ ഇതര രാജ്യങ്ങളിൽ നിന്നും അടക്കം ഈ കുംഭമേള എന്താണെന്നും ഇവിടുത്തെ ആധ്യാത്മിക അനുഭൂതി അടുത്തറിയുവാൻ വേണ്ടിയും നിരവധി ഭക്തരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മലയാളികളടക്കം ഉള്ള ഭക്തർ, മലയാളികളായിട്ടുള്ള ഭക്തരടക്കം ഈ കുംഭമേളയിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ചില മലയാളികളും നമ്മളോടൊപ്പമുണ്ട്. നമസ്കാരം സ്വാമി, എവിടുന്നാണ്? ഞാൻ പാലക്കാട് നിന്ന് വരുന്നു. ഇദ്ദേഹം തിരുവനന്തപുരത്തു നിന്ന് വരുന്നു. ഇദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഇദ്ദേഹം എറണാകുളത്തു നിന്ന് വരുന്നു. ഞങ്ങൾ വന്നിട്ട് ഒരാഴ്ചയായി. കാശിയിലായിരുന്നു ഒരാഴ്ച. ഇപ്പോൾ കുംഭമേള നടക്കുന്ന ഈ ഷാഹിസ്ഥാൻ അല്ലെങ്കിൽ അമൃതസ്ഥാൻ എന്ന് പറയുന്നതായിട്ടുള്ള ഇന്നത്തെ ദിവസം ഇവിടെ കുളിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ജനങ്ങളാണ് തടിച്ചു കൂടിയിരിക്കുന്നത്. എല്ലാവർക്കും വേണ്ട സൗകര്യങ്ങളൊക്കെ അവരിവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കും ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ എല്ലാവിധമായിട്ടുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് കിടക്കാൻ ഉള്ള വേണ്ട സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതുമാത്രമല്ല, ഇത് കുംഭമേളയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 12 വർഷത്തിലൊരിക്കൽ നടക്കുന്നതിന് പൂർണ്ണ കുംഭമേള എന്ന് പറയും. അത് ഇപ്പോൾ 144 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേളയാണിത്. ഇത് പൂർണ്ണ കുംഭമേളയേക്കാൾ വലുതായിട്ടുള്ള മഹാകുംഭമേളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മറ്റെല്ലാ സ്ഥലത്തുള്ളതായിട്ടുള്ള ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക് അങ്ങനെയുള്ളതായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും കുംഭമേളയിൽ കുളിച്ചിട്ടുള്ളവരാണ്. അങ്ങനെ കുംഭമേളയിൽ കുളിച്ച് പുണ്യം തേടാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കേരളത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നിരിക്കുകയാണ്. എല്ലാവിധമായ സൗഭാഗ്യങ്ങളും ആത്മീയതയുടെ ഉന്നതിയും ഭക്തിപരമായിട്ടും അക്കാഡകളുടെയും സന്യാസി സമൂഹങ്ങളുടെയും ഭക്തജനങ്ങളുടെയും ഉദാസീന അക്കാഡകളും വൈഷ്ണവ അക്കാഡകളും എന്ന് വേണ്ട ലോകത്തിലുള്ള എല്ലാ ഭക്തജനങ്ങളും സന്യാസി വര്യന്മാരും ജ്ഞാനികളും മോക്ഷം കാക്ഷിക്കുന്ന പുണ്യം തേടുന്നതായിട്ടുള്ള സർവ്വജനങ്ങളും ഇവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. എല്ലാവരുടെ മുഖത്തിലും ഒരു പുഞ്ചിരി, ഒരു ആനന്ദത്തിൻ്റെ അല തല്ലുന്നതായിട്ടുള്ള അവസരമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നമ്മൾ ജപിക്കേണ്ട, ധ്യാനിക്കേണ്ട ഒന്നുമില്ലാതെ തന്നെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ആ ആനന്ദത്തിൻ്റെ അനുഭൂതി അനുഭവിക്കാൻ സാധിക്കുന്നു. ശംഭോ മഹാദേവ, ഹര ഹര മഹാദേവ്. സ്വാമി, ഈ മലയാളികൾക്ക് കുംഭമേളയെ പറ്റി വലുതായി ഒന്നും അറിഞ്ഞുകൂടാ. മലയാളികൾ കൂടുതലായി ഇത് അടുത്തറിയേണ്ട ഒരു സാഹചര്യമില്ലേ? തീർച്ചയായിട്ടും അടുത്തറിയേണ്ട സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ വളരെ ചുരുക്കം ചില സ്വാമിമാർ, കേരളത്തിലെ ചില സ്വാമിമാർ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇവിടെ നമ്മൾക്ക് മലയാളികൾ വന്നാൽ താമസിക്കാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്താനുള്ള ശ്രമത്തിലായിരുന്നു അവർക്ക് അതിനെക്കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതെന്താണെന്ന് നമുക്കറിയില്ല. ഇനിയും കുറച്ചുകൂടെ മുൻപിൽ ഈ ഷാഹിസ്ഥാൻ അമൃതസ്ഥാൻ നടക്കുന്നതിന് കുറച്ചുകൂടെ മുമ്പായിട്ട് വന്ന് അവരിതൊക്കെ ഏർപ്പെടുത്തി ഞങ്ങളെപ്പോലുള്ള ഭക്തജനങ്ങൾക്ക് ഒരു സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കേണ്ടതായിരുന്നു. ഞങ്ങൾ പല സ്ഥലത്തിലും അന്വേഷിച്ചെങ്കിലും അതൊന്നും അവർക്കൊന്നും സാധിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളെ ആശ്രയിക്കേണ്ടി വന്നു. നമ്മൾ മലയാളികളുടെ അക്കാഡകൾ, സന്യാസി സമൂഹങ്ങൾ അല്ലെങ്കിൽ മഠാധിപതികൾ അങ്ങനെയുള്ളവരെല്ലാം ഇതിന് മുൻകൈയെടുത്ത് പരിശ്രമിച്ച് ഞങ്ങളെപ്പോലുള്ളതായിട്ടുള്ള ഭക്തജനങ്ങളെ സഹായിക്കുവാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതേപോലെ ഈ കോടിക്കണക്കിന് ജനങ്ങൾ വരുന്ന ഒരു സ്ഥലമാണ്. എങ്ങനെയുണ്ട് ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ഈ ഒരു ക്രമീകരണങ്ങളും മറ്റും എങ്ങനെ വിലയിരുത്തും? നന്നായിട്ടുണ്ട്. നമ്മുടെ ശബരിമലയിൽ വരുന്ന ജനങ്ങളുടെ 10 ഇരട്ടിയോ 100 ഇരട്ടിയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഒറ്റ ദിവസം. അപ്പോൾ അതും ഇതും വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ അവിടെ കുടിക്കാൻ വെള്ളമില്ലാതെ മയങ്ങി വീഴുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റിൻ്റെ സൗകര്യമില്ലായ്മ, അനേകം അസൗകര്യങ്ങൾ അവിടെ പേപ്പറിലും മറ്റു മാധ്യമങ്ങളിൽ കൂടിയും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാവർക്കും എല്ലാവിധ സൗകര്യങ്ങളും കൊടുത്തുകൊണ്ടാണ് ഈ UP സർക്കാർ ഇതിനുള്ളതായിട്ടുള്ള ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്, അതിനുള്ള പരിപൂർണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും ആരോടും ഒരു പരാതിയില്ലാത്ത അവസ്ഥയാണ്. എല്ലാവർക്കും ഒരു സന്തോഷമായിരിക്കുന്ന, ആനന്ദമായിരിക്കുന്ന, സച്ചിദാനന്ദമായിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് എല്ലാവരുടെ മുഖത്തും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ശംഭോ മഹാദേവ, ഹര ഹര മഹാദേവ്. ജനം ടിവിക്ക്
തീർച്ചയായിട്ടും ഇതൊന്നും കൂടുതലൊന്നും കൂട്ടിച്ചേർക്കേണ്ട ഒരു സാഹചര്യമില്ല. കൃത്യമായി ഭക്തജനങ്ങൾ തന്നെ എന്താണ് ഇവിടെ നിന്നും ലഭിക്കുന്ന ആധ്യാത്മിക അനുഭൂതി എന്താണെന്ന് അവർ തന്നെ വിവരിക്കുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല താരതമ്യം ചെയ്തു കേരളത്തിൽ വളരെ ചുരുക്കം ജനങ്ങൾ വരുന്ന ശബരിമലയുമായും അതേപോലെ തന്നെ കേരളത്തിൻ്റെ 10 ഇരട്ടി ജനസംഖ്യയുടെ 10 ഇരട്ടി ജനങ്ങൾ വരുന്ന പ്രയാഗരാജുമായി ഭക്തർ താരതമ്യം ചെയ്യുന്നു. സ്വാഭാവികമായും ഇവിടെ ഒരുക്കിയിരിക്കുന്ന ക്രമീകരണങ്ങൾ ഇവിടുത്തെ അത് വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് അവർ കൃത്യമായി പറയുന്നത്. ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം ടെൻറ്റുകൾ അധികമായി നിർമ്മിച്ചു. അതേപോലെ തന്നെ ശൗചാലയങ്ങൾ അധികമായി നിർമ്മിച്ചു. വൈദ്യുതി കണക്ഷനുകൾ 4,50,000-ലധികം വൈദ്യുതി കണക്ഷനുകൾ അധികമായി നൽകി. അതേപോലെ തന്നെ ഭക്തർക്ക് ഇവിടേക്ക് എത്തുവാൻ വേണ്ടി ട്രെയിൻ സർവീസുകൾ 13,000 ട്രെയിൻ സർവീസുകൾ പ്രയാഗ്രാജിലേക്ക് വിടുന്നു. അതിൽ 3,300 പ്രത്യേക ട്രെയിൻ സർവീസുകൾ ക്രമീകരിക്കുന്നു. അതേപോലെ തന്നെ ബസ് സർവീസുകൾ അധികമായി ക്രമീകരിക്കുന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന ഭക്തസഹസ്രങ്ങളെ ഈ പുണ്യഭൂമിയിലേക്ക് ത്രിവേണി സംഗമത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഉത്തർപ്രദേശ് സർക്കാർ കഴിഞ്ഞ 6 മാസത്തിലധികമായി വിവിധ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സർക്കാരിൻ്റെ നേതൃത്വത്തിലൊക്കെ നടത്തിയ വിപുലമായ പ്രവർത്തനങ്ങളുടെ ഒരു അനന്തര ഫലമാണ് ഇവിടെ കാണുന്ന ഈ ക്രമീകരണങ്ങൾ എന്നുള്ളതാണ് ഭക്തർ വിലയിരുത്തുന്നത്. അതേപോലെ തന്നെ ഇന്ന് സ്നാന ദിവസം, നാളെയാണ് പ്രധാന ഷാഹി സ്നാൻ അല്ലെങ്കിൽ രാജകീയ സ്നാനം എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ദിവസം. നാളെ ഇവിടേക്ക് കോടിക്കണക്കിന് ജനങ്ങൾ, ഏതാണ്ട് 5 കോടിയിലധികം ജനങ്ങൾ നാളെ ഒരു ദിവസം തന്നെ കടന്നു വരുമെന്നുള്ളതാണ് പ്രധാനമായും പ്രതീക്ഷിക്കുന്നത്. വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. വിവിധ ദേശങ്ങളിൽ നിന്നും എത്തുന്ന ഭക്തർ, വിവിധ ഭാഷകളുടെ വൈവിധ്യങ്ങൾ, ഇതെല്ലാം കൂടിച്ചേരുന്ന ഒരു സംഗമ ഭൂമി കൂടിയാണ് പ്രയാഗ്രാജിലെ ഈ മഹാകുംഭമേള ഭൂമി എന്നുള്ളതാണ്. നേരത്തെ നമ്മളോട് സംസാരിച്ച ആ ഭക്തർ സൂചിപ്പിച്ചു, അതായത് 144 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു മഹാകുംഭമേള ഉണ്ടാകുന്നത്. സൂര്യചന്ദ്ര വ്യാഴഗ്രഹങ്ങളുടെ ഒരു പ്രത്യേക രാശിയിലെത്തുമ്പോൾ നടക്കുന്ന കുംഭമേള, 12 കുംഭമേളകൾ ചേർന്ന് 12 പൂർണ്ണ കുംഭമേളകൾ ചേരുമ്പോൾ ഒരു മഹാകുംഭമേള ഉണ്ടാകുന്നു. അങ്ങനെ ആ ഒരു മഹാകുംഭമേള ഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ആധ്യാത്മികതയുടെ മാത്രമല്ല സാംസ്കാരികതയുടെയും പാരമ്പര്യത്തിൻ്റെയും ഒക്കെ തന്നെ ഒരു സംഗമ ഭൂമിയാണ് ഇപ്പോൾ പ്രയാഗ്രാജിലെ ഈ മഹാകുംഭമേള നടക്കുന്ന ത്രിവേണി സംഗമം. നന്ദഗോപൻ, നമ്മളോട് സംസാരിച്ച മലയാളിയായ സ്വാമിജിയുടെ വാക്കുകൾ എത്ര ഊർജത്തോടു കൂടിയാണ് അദ്ദേഹം ആ മഹാകുംഭമേളയുടെ വിശേഷങ്ങൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമുക്കെല്ലാം മനസ്സിലാകുന്ന തരത്തിൽ അദ്ദേഹം വിവരിച്ച് നൽകിയത്. അദ്ദേഹത്തിന് ഒപ്പമുള്ള മലയാളി സംഘവും ഒക്കെ അവിടെയുണ്ട്. തപോവൻ സ്വാമികൾക്ക് നമസ്കാരം പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രേക്ഷകരും വിജിൻ മേനോനെ പോലെയുള്ള പ്രേക്ഷകരും ഉണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ ഗോപൻ പറഞ്ഞതുപോലെ തന്നെ ശബരിമലയിൽ ഒരു ദിവസം എത്തുന്നത് 75 ലക്ഷത്തോളം ഭക്തരാണ്, അല്ലെങ്കിൽ അത്രയും ഭക്തരെ നിയന്ത്രിച്ചാണ് കയറ്റുന്നത്. പക്ഷേ ഇവിടെ ഗോപൻ പറഞ്ഞത് 4 കോടി 5 കോടിയോളം ആളുകൾ ഒരു ദിവസം തന്നെ ഈ ഭൂമിയിലേക്ക് എത്തുന്നു. അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുന്നു. അപ്പോൾ മലയാളികളായി അവിടെ എത്തുന്നവർക്ക് വേണ്ട സൗകര്യങ്ങൾ അവിടെ ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് സ്വാമിജി പറഞ്ഞത്. നന്ദഗോപൻ, നമ്മൾ മനസ്സിലാക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനടക്കം ഈ കുംഭമേള നടക്കുന്ന സ്ഥലത്ത് ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ നിന്ന് അവിടുത്തെ സൗകര്യങ്ങൾ പരിശോധിക്കാനൊക്കെ ഇവിടെ നിന്ന് ദേവസ്വം ബോർഡ് അധികാരികളൊക്കെ പോകാറുണ്ട്. അപ്പോൾ മലയാളികളായിട്ടുള്ള ആളുകൾ അവിടെ എത്തുന്നവർക്ക് താമസ സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും കേരളത്തിലെ സർക്കാരുകളും ഇവിടുത്തെ ഏജൻസികളും ഒക്കെ വളരെ പിന്നോട്ട് നിൽക്കുന്നു. അങ്ങനെയല്ലേ സ്വാമിജിയുടെ വാക്കിൽ നിന്നും മനസ്സിലാവുന്നത്? നന്ദഗോപൻ. തീർച്ചയായിട്ടും മലയാളി ഇപ്പോൾ കേരളത്തിൽ നിന്നും ചില സന്യാസി വര്യന്മാർ, ഇപ്പോൾ മാതാ അമൃതാനന്ദമയി മഠം പോലുള്ള സന്യാസി മഠങ്ങളുടെ പ്രത്യേക കേന്ദ്രങ്ങൾ, അമൃതയുടെ പ്രത്യേക ആശുപത്രി അടക്കം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ നിന്നുമുള്ള സന്യാസി മഠങ്ങളുടെ സാന്നിധ്യമുണ്ട്. അവരുടെ അങ്ങനെയുള്ള മഠങ്ങളുടെ ഭക്തരെത്തുമ്പോൾ അവർക്ക് താമസിക്കുവാനുള്ള സൗകര്യം അടക്കം ഈ മഠങ്ങൾ ചെയ്തു നൽകാറുണ്ട്. മാത്രമല്ല സ്വാഭാവികമായും ദക്ഷിണേന്ത്യയിൽ നിന്നെത്തുന്ന മലയാളികൾക്ക് പ്രത്യേക സ്വീകാര്യത ഇവിടുത്തെ സന്യാസി ശ്രേഷ്ഠന്മാർ നൽകാറുണ്ട്. അവർക്ക് അങ്ങനെ താമസ സൗകര്യം നൽകാറുണ്ട്. എങ്കിൽ തന്നെയും സർക്കാർ ഈ ഒരു വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നടക്കം ഭക്തരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ താൽക്കാലികമായി ഏതെങ്കിലും തരത്തിൽ ഭക്തർക്ക് ഇത്തരം ടെൻറ്റുകളും മറ്റും നിർമ്മിച്ച് അല്ലെങ്കിൽ ഈ ശബരിമലയിൽ ഒരുക്കുന്നത് പോലെ തന്നെ വിരിവെക്കുവാനുള്ള സൗകര്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൊച്ചിൻ ദേവസ്വം ബോർഡും ഒക്കെ കൂടി ആലോചിച്ച് ചെയ്യേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ ആ ഒരു കാലം അത് കടന്നുപോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഇതിനോടകം തന്നെ അത് ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് നൽകേണ്ടതായിരുന്നു. ഇവിടെ നമ്മൾ
പരിശോധിക്കുമ്പോൾ തിരുമല തിരുപ്പതി ദേവസ്ഥാനം അവർ ഇവിടെ പ്രത്യേക ക്ഷേത്ര മാതൃകയിൽ തന്നെ പ്രത്യേക ഒരു സ്റ്റോളും മറ്റും നിർമ്മിച്ച് അവിടെ ഭക്തരെ കൂടുതൽ ആകർഷിക്കുന്ന രീതിയിൽ സമാനമായ രീതിയിൽ ശബരിമലയുടെയും അതേപോലെ തന്നെ ശ്രീപത്മനാഭ സ്വാമിയുടെയും ഒക്കെ തന്നെ താൽക്കാലികമായ അത്തരം അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പൈതൃകവും സംസ്കാരവും എന്താണ് ആ ക്ഷേത്ര ചൈതന്യത്തെ പറ്റിയൊക്കെ തന്നെ വിവരിക്കുന്ന സ്റ്റാളുകൾ അടക്കം ഇവിടെ നിർമ്മിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടോ സർക്കാർ ആ ഒരു വിഷയത്തിൽ അനാസ്ഥ കാട്ടുന്നു. ഇനിയുള്ള കുംഭമേളകൾ കാര്യം വിവിധ ദേശങ്ങളിൽ നിന്ന് വരുന്ന ഭക്തരാണ്. അവർക്ക് ആരാണ് അയ്യപ്പ സ്വാമി അല്ലെങ്കിൽ ശ്രീപത്മനാഭ സ്വാമിയുടെ മഹത്വം എന്താണ്, ചരിത്രം എന്താണ്, അതിൻ്റെ ആധ്യാത്മിക അനുഭൂതി എന്താണെന്നൊക്കെ അറിയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. അതാണിപ്പോൾ സർക്കാർ നിഷേധിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും പൂർണ്ണ കുംഭമേള, അതിനപ്പുറം മഹാകുംഭമേളയാണ് ഈ പ്രയാഗ്രാജിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ വരുന്ന ഒരു ഭക്തനും ഒരു പരാതിയില്ല. അത് നേരത്തെ നമ്മളോട് സംസാരിച്ച അദ്ദേഹം സൂചിപ്പിച്ചു. ഇവിടെ വരുന്നവരെല്ലാം എല്ലാം കൊണ്ടും തൃപ്തരാണ്. ആർക്കും ഒരു തരത്തിലുള്ള പരാതിയുമില്ല എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെ നിന്നും ലഭിക്കുന്ന ഒരു ആധ്യാത്മിക അനുഭൂതി എന്നുള്ളത്. അതായത് ഈ കുംഭമേളയുടെ വളരെ വളരെ സവിശേഷത ഇവിടുത്തെ സ്നാനം തന്നെയാണ്. ഈ അമൃത് ഈ ഇതിൽ പതിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഈ കുംഭമേള സമയങ്ങളിൽ അമൃതത്തിൻ്റെ സാന്നിധ്യം ഈ പ്രയാഗ്രാജിലെ ഈ ത്രിവേണി സംഗമത്തിലുണ്ട് എന്നുള്ളതാണ് ഭക്തരുടെ വിശ്വാസം. അവിടെ സ്നാനം ചെയ്യുന്നതിലൂടെ മോക്ഷപ്രാപ്തി ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഭക്തരുടെ വിശ്വാസം. ആ മോക്ഷത്തിനായി വിവിധ നാടുകളിൽ നിന്നും ഈ ത്രിവേണി സംഗമ ഭൂമിയിലേക്ക് ജനങ്ങൾ എത്തുന്നു. നന്ദഗോപൻ, നമ്മുടെ പ്രേക്ഷകർ പറയുന്നു നന്ദഗോപൻ ഭാഗ്യവാനാണ്. അവിടെ നിന്ന് ഇതെല്ലാം നേരിൽ കണ്ട് ഇതൊക്കെ ഞങ്ങളോട് പറയാൻ പറ്റുന്ന നന്ദഗോപൻ ഭാഗ്യവാനാണ് എന്നുള്ള തരത്തിൽ രവീന്ദ്രൻ ടി കെ പോലുള്ള പ്രേക്ഷകരും ഈ സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. നന്ദഗോപൻ, എന്തായാലും ഭക്തിസാന്ദ്രമായ ദിനങ്ങൾ തന്നെ ആയിരിക്കും ഇനി പ്രയാഗ്രാജ്.